ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ആട് 3 റിവ്യൂ ആണ്. ഓക്കെ, ഇത് ഞങ്ങൾ കാണാൻ പോയത് 3 പേരായിട്ടാണ്. ഞാൻ, എൻ്റെ ഫ്രണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ 3 പേരായിട്ടാണ് ഇത് കാണാൻ പോയത്. ആൻഡ് ഞങ്ങൾക്ക് 3 പേർക്കും ഈച്ച് ആൻഡ് എവറി സീൻസ് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല കിഡിലുമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ നല്ല ചിരിച്ച് 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 അങ്ങനെ അറ്റുമായെന്ന് പറയത്തില്ലേ, ആ പരിപാടിയായിരുന്നു. അല്ല, ഞങ്ങൾക്ക് 3 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ആട് 1-ലും 2-ലും കണ്ടതുപോലെ തന്നെ അവരുടെ കുറേ മാസ് പരിപാടികൾ, അവരുടെ മണ്ടത്തരങ്ങൾ, അവരുടെ കോമഡി, അവരുടെ ആ ഫുൾ മാനർസും ഇല്ലേ, അതെല്ലാം ആട് 3-ൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മിഥുൻ മാനുവൽ തോമസ് പുള്ളിക്കാരിത് എഴുതി വച്ചിരിക്കുന്നൊരു വിധം, ആൻഡ് പ്രൊഡ്യൂസർ, പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നു, സോറി, എന്തോ വിജയ് എന്ന് പറഞ്ഞ എന്തോ, ഓക്കെ, പുള്ളിക്കാരൻ ഫ്രൈഡേ ഫിലിംസ് പ്രൊഡക്ഷൻസ്, നൈസ് കിട്ടിലായിട്ട്. അതായത് അവർ നല്ല രീതിക്ക് പൈസ ഇറക്കി അതിൻ്റേതായിട്ട് VFX ഒക്കെ വേറെ ലെവല് VFX. പിന്നെ നമ്മൾ ഈ പഴയ കാലം കാണിക്കുമ്പം അതിൻ്റെ അകത്ത് കുറേ സെറ്റിടലും പരിപാടികളും, അതിൽ തന്നെ കുറേ VFX, അവരുടെ കോസ്റ്റ്യൂംസ്, അതായത് നമ്മളെ ബോറടിപ്പിക്കാതെ, അതായത് ഏകദേശം ഒരു 3 മണിക്കൂർ ടെസ്റ്റാണ്, നമ്മളെ 3 മണിക്കൂർ ബോറടിപ്പിക്കാതെ ഒരു ചിന്തിക്കാൻ പോലും വിടാതെ നമ്മൾ ചിരിപ്പിച്ച് 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 അങ്ങനെ അറ്റം എത്തിച്ചിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം, ഇത് ബുദ്ധിജീവികൾക്കുള്ള പടമല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സ്, ഭയങ്കര ടെൻഷൻ, അങ്ങനെയൊക്കെ ഭയങ്കര ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 3 മണിക്കൂർ തള്ളി നീക്കണോ പോയി കാണാം. കാരണം നിങ്ങളെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം മാറും, ഒരു ഇതുമില്ല, എല്ലാം മാറും. അമ്മാതിരി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും എൻട്രി ആൻഡ് ആ ഒരു ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി, ആൻഡ് അവരുടെയൊക്കെ ആ ഒരു നമ്മുടെ BGMs പരിപാടികൾ, ആൻഡ് ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക്സ് എല്ലാം നൈസ്. പക്ഷേ ഇത് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. മീൻസ് നമ്മൾ ഈ സിനിമ കണ്ട് അന്ന് വന്ന റിവ്യൂ പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം അതാണ്. കാരണം നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം സ്പോയിലറായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആൻഡ് നിങ്ങൾ ഫാമിലിയായിട്ട്, എസ്പെഷ്യലി ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ്. മെയിനായിട്ട് ചിരിക്കാനുള്ളത് മെയിനായിട്ട് രണ്ടല്ല, ഒരു 3 ടൈം ലൈനിലായിട്ടാണ് ഈ കഥ പോണത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കാണിക്കും. മെയിനായിട്ട് 2 ടൈം ലൈനാണ് പറയണത് അവർ. അപ്പോൾ ഈ നമ്മളെ നോർമൽ ടൈം ലൈനും പാസ്റ്റും. അതായത് നോർമൽ ടൈം ലൈനിലാണ് ഏറ്റവും നല്ല കോമഡി പരിപാടികൾ എല്ലാം ഉള്ളത്, ഈ നോർമൽ ടൈം ലൈൻ എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഈ പാസ്റ്റിൽ നമുക്ക് കുറച്ച് ചിന്തിക്കാനുള്ളത്, മീൻസ് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല, കുറച്ച് ചിന്തിക്കാനുള്ളത്, എന്നാൽ ഭയങ്കര കോമഡി അല്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ കഥ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി അത് കഥ പോകുന്ന രീതിയും ഭയങ്കര എൻ്റർടൈനിങ് ആണ്. പിന്നെ ഓക്കെ, ഞാൻ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ കൂടെ തിയേറ്ററിൻ്റെ റിവ്യൂ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ ഇത്തവണ കാണാൻ പോയത് ഈസ്റ്റ് കോട്ടുള്ള അജന്ത തിയേറ്ററിലാണ്. ഓക്കെ, അവിടെ തിയേറ്റർ ഈസ് നൈസ്, നല്ല കിടിലം സ്ക്രീന്, നല്ല കിടിലം സൗണ്ട് ക്വാളിറ്റി, നല്ല കിടിലം സീറ്റിംഗ് എക്സ്പീരിയൻസ്, എല്ലാം കിടിലം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കാണാൻ പറഞ്ഞവരാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് സിനിമ കാണാൻ വരരുത്. അതായത് കുറഞ്ഞതൊരു 7-8 വയസ്സെങ്കിലും ആയതിനു ശേഷം ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് സിനിമ കാണാൻ വരിക. അല്ലെങ്കിൽ ഈ പിള്ളേർ അതിൻ്റെ അകത്തിരുന്ന് കരയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരും. കാരണം അത് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ നമ്മൾ കാണാൻ വന്നിരിക്കുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാകും. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ കാണാൻ വരുന്നവർ സിനിമ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും വരാൻ ശ്രമിക്കുക. അതായത് ഞങ്ങൾക്ക് 8:30-ആയിരുന്നു ഷോ. അതായത് ഞങ്ങളൊരു 8:20 ആയപ്പോഴേ അവിടെ എത്തി. അതേപോലെ
ഒരു 8:20-നോ 8:15-നോ ആ ടൈമിന് വന്നാൽ മതി. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സീറ്റ് ഡോറിൻ്റെ അടുത്തുള്ള സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഈ സിനിമ തുടങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാർ ഡോർ തുറന്നു വരും, വീണ്ടും ഡോർ തുറന്നു വരും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഡോർ തുറന്നു വരും. അങ്ങനെ ഏകദേശം സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ വരെ ഇതേപോലെ ആൾക്കാർ ഡോർ തുറന്നു വരും. അതിൻ്റെ ഇടയിൽ കുറേ പേര് ഫോൺ വിളിച്ചിറങ്ങി പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഫോൺ വിളിക്കുമ്പോഴും ഓക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കാണാൻ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ തന്നെ ജോലിക്കൊക്കെ പോയി അതിൻ്റെ സ്ട്രെസ്സ് മാറ്റാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ ഫ്ലോ അങ്ങ് പോകും. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഈ ഫസ്റ്റ് കാര്യം, ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നവർ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ഒന്ന് തിയേറ്ററിൻ്റെ അകത്ത് എത്താൻ ശ്രമിക്കുക. മാക്സിമം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും എത്തണം. കാരണം നിങ്ങൾ അവിടെ പോയി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഒരു ദിവസം സെറ്റായി വരുമ്പോഴത്തേക്കോ സിനിമ തുടങ്ങിക്കോളും. ബാക്കിയുള്ളവർക്ക് അത് സിനിമ കാണുമ്പോൾ സ്പോയിലോ. ഓക്കെ, ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ് പോട്ടെ, അപ്പോൾ മറ്റേ ക്രെഡിറ്റ്സും മറ്റേ പരിപാടികളൊക്കെ പറഞ്ഞ് തീരത്തേ ഉള്ളൂ. അത് കഴിയുമ്പോൾ സിനിമ കണ്ടു തുടങ്ങുകയാണെങ്കിൽ സ്പോയിലാവും. പ്രത്യേകിച്ച് ഈ കൊച്ചു പിള്ളേർ. പിന്നെ ഈ ഫോൺ വരുന്നത്, ഞാൻ മെയിൻലി ചെയ്യണത് തിയേറ്ററിൻ്റെ അകത്ത് കയറിയ ഫോൺ അപ്പം തന്നെ സൈലൻ്റ് ആക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കും. അങ്ങനെ ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ സിനിമ ചിലപ്പോൾ നല്ലൊരു സിനിമയായിരിക്കും, സ്പോയിലാവും. നിങ്ങൾ വിചാരിക്കുന്നതല്ല, അത് സ്പോയിലാവും. എനിക്ക് നല്ല അനുഭവമുണ്ട്. പല സിനിമകളും പോയി കാണുമ്പം ഇങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ ഇത്രേ പറയുള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.